പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ CPM നേതാവുമായ അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ മുസ്ലിം ലീഗിലേക്ക്. CPM BJPയുമായി ഉണ്ടാക്കിയ ധാരണയിൽ പ്രതിഷേധിച്ചാണ് മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിൽ ചേർന്നത് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ലീഗ് നേതാവ് ഷാഫി ചാലിയും കൃഷ്ണകുമാറിനെ ലീഗിലേക്ക് സ്വീകരിച്ചു. തോട്ടപ്പുഴശ്ശേരി മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി രഞ്ജി ജോൺ കോന്നാത്ത്, മുൻ CPM ലോക്കൽ കമ്മിറ്റി അംഗം PP അച്ചൻകുഞ്ഞ് എന്നിവരും ലീഗിൽ ചേർന്നു. ഈ പിടിയിൽ നിന്നും സ്ഥലം കണ്ടെത്തുന്നതിനൊക്കെ ഇതൊക്കെ കണ്ടെത്തി ഇത്രയും മാന്യമായ രീതിയിലേക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രശ്നമാണ് ലീഗ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും അതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ പഞ്ചായത്തിലെ പ്രശ്നം അധികാരമോഹം കൊണ്ട് ചാടിയതല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ആ സമയത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ നാടകങ്ങൾ കളിച്ചു? ആ നാടകങ്ങൾ കളിച്ച് നിങ്ങൾ അധികാരം കിട്ടാൻ വേണ്ടിയല്ലേ അവിടെ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് എത്തിയത്? അധികാരമോഹമാണോ ഇപ്പോഴും ചാടാൻ കാരണം? അല്ലല്ല, യാതൊരു അധികാരമോഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിലോ സംസ്ഥാന നേതൃത്വത്തിലോ വരുന്നതിനും എൻ്റെ കുടുംബ പശ്ചാത്തലവും ഞാൻ പ്രവർത്തിച്ച മേഖലയും ചെറുപ്പകാലം മുതൽ കുഞ്ഞിൽ നാൾ മുതൽ ഞാൻ പ്രവർത്തിച്ച മേഖലയും ഒക്കെ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. സമര സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഇന്ന് ജില്ലാ സെക്രട്ടറി അംഗങ്ങളും സംസ്ഥാന നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നവരൊക്കെ തന്നെയാണ്. അല്ല, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് അത് അധികാരമോഹമായിരുന്നെങ്കിൽ എനിക്ക് ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ അധികാരമുള്ള നമ്മൾ കാണത്തില്ല ഒരിക്കലും. സംസ്ഥാന സെക്രട്ടറി തലങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരിക. അപ്പം അങ്ങനെപ്പോലെ ഇത്രയും ഈ പറയുന്ന നാരായണന്മാരുടെ ബന്ധു പറയുമ്പോൾ അതിന്റെ റൂട്ട് പോകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വലിയ ബന്ധങ്ങൾ ഉന്നതന്മാരായിട്ടുള്ള പശ്ചാത്തലമുണ്ട്, പല പല കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഏത് ഘട്ടത്താണ് നിങ്ങളെ വെട്ടിയത്? എന്താ കാര്യം? ഞാനിപ്പോൾ ലീഗിലേക്ക് ഒരുപക്ഷെ മെമ്പർഷിപ്പിലേക്ക് വന്ന അവസരമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ നിന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ള കാര്യം. അല്ല, CPMനെ കുറിച്ച് നിന്ന പ്രസ്ഥാനം ഞാൻ പറഞ്ഞു. ഇതുവരെ നിന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ തരം താഴ്ത്തൊരു സംസാരം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയില്ല. എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് താങ്കൾ ചോദിച്ചത് ഉത്തരത്തിലുള്ള മറുപടി ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എടുക്കുന്ന കുറേ തീരുമാനങ്ങൾ, ഞങ്ങൾ എടുക്കുന്ന കുറേ നിലപാടുകളുണ്ട്. വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് CPMനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അതിശക്തമായിട്ട് നാട്ടുകാർ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് കൃഷ്ണകുമാർ പാർട്ടി മാറി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പാർട്ടി വിട്ടു? അത് ഞാൻ പറഞ്ഞല്ലോ, വർഗീയക്കെതിരെയുള്ള നമുക്ക് ഒരു തരത്തിൽ നമുക്ക് സമരസപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പാർട്ടി വിടാൻ ആഗ്രഹിച്ചത്. വർഗീയതക്കെതിരെ തീർച്ചയായും എന്തെങ്കിലും പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. CPM വർഗീയ പാർട്ടിയാന്ന് പറഞ്ഞില്ല. തോട്ടപ്പുഴശ്ശേരി നടന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. തോട്ടപ്പുഴശ്ശേരി അന്ന് പ്രസിഡന്റ് ആഗ്രഹിച്ചു, നടന്നില്ല. ചാടി അപ്പറകണ്ഠം ചാടി പ്രസിഡന്റായി, അല്ലെങ്കിൽ സ്ഥാനത്തേക്ക് എത്തി. അവിടെ വർഗീയത BJPയുടെ പ്രസിഡന്റ് ആയിരുന്നു. BJP പിന്തുണയുള്ള BJPയുടെ പ്രസിഡന്റ് ആയിരുന്നുള്ളത്. അയാൾക്കെതിരെയാണ് പാർട്ടിയാണ് തീരുമാനിച്ചത്, ഞങ്ങളെ തീരുമാനിച്ചു. പാർട്ടി തീരുമാനിച്ചാണ് അവിശ്വാസം കൊണ്ടത്. എനിക്ക് പ്രശ്നം താൻ പറ്റിയല്ല. CPM BJP ഡീല് മനസ്സിലാക്കി അതിന്റെ അകത്ത് നിന്ന് CPMന്റെ അകത്ത് നിന്ന് അദ്ദേഹം ലീഗിലേക്ക് പുള്ളി പറഞ്ഞല്ലോ തുടക്കത്തിൽ. താങ്കൾ എവിടെ ഇരുന്നു? താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൃത്യമായി പറഞ്ഞല്ലോ, തോട്ടപ്പള്ളി പഞ്ചായത്തിൽ BJPയെ താഴെയിറക്കാൻ വേണ്ടി അവിശ്വാസവുമായി വന്ന നടപടി CPM തന്നെ എന്ത് ചെയ്യണം? എതിർക്കുകയാണ്. എന്താ ഇതിനർത്ഥം? BJPയുമായുള്ള ഈ രഹസ്യ ബാന്ധവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് മതേതര പശ്ചാത്തലമുള്ള മനുഷ്യന്മാർക്ക് കയ്യിൽ നിൽക്കാനില്ല എങ്കിൽ ഏറ്റവും നന്മയുള്ള പാർട്ടി ഏതാ നോക്കി. എല്ലാ പാർട്ടിയിലും നന്മയുണ്ട്, പക്ഷെ മുസ്ലിം ലീഗ് എല്ലാവരെക്കാളും ഒരു പാർട്ടി മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ട കൃഷ്ണമോഹൻ, ഞാൻ പറഞ്ഞത് എനിക്ക് അധികാരമോഹം ഉണ്ടായിരുന്നു. എനിക്ക് 1.5 മാസം മുമ്പ് ഈ പാർട്ടി ചേർന്നതായിരുന്നു. എനിക്ക് മലപ്പുറത്ത് പോയി സ്ഥാനാർത്ഥിയായിരുന്നു. സീറ്റൊക്കെ ഒരു വെച്ച് കഴിഞ്ഞതിന് വന്നത്. അതല്ല, എല്ലാ തീരുമാനമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വർക്ക് തുടങ്ങാറായപ്പോൾ, നോമിനേഷൻ കൊടുക്കാറായപ്പോഴാണ് ഞാൻ ഈ ലീഗുമായി ബന്ധപ്പെടുന്നതും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അധികാരം ഉണ്ടായിരുന്നില്ല.